മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാനുള്ള നട്ടെല്ല് സിപിഐയും ആർജെഡിക്കും ഇല്ലെന്ന് വ്യക്തമായെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എംഎൽഎ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച ഇരു പാർട്ടികളും ഇടതുമുന്നണി യോഗത്തിൽ മൗനം പാലിച്ചത് അതാണ് തെളിയിക്കുന്നത് എന്നും ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇടതുമുന്നണിയുടെ തീരുമാനം ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. ഈ തീരുമാനം വന്ന സന്ദർഭത്തിൽ തന്നെ സിപിഐയും ആർജെഡി എന്നീ രണ്ട് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ഇതിനെതിരായി ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. സിപിഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി തന്നെ ഇതിനെതിരായ പ്രമേയം പാസ്സാക്കിയുണ്ടായി. സംസ്ഥാന കമ്മിറ്റി കൂടി എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനികൾ വേണ്ട, കൃഷിക്കും കുടിവെള്ളത്തിനും ആവശ്യമായ ജലമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുന്നത് ജനങ്ങളുടെ താല്പര്യത്തിന് ഗുണകരമല്ല എന്ന് കണ്ടുകൊണ്ടാണ് സിപിഐയും ആർജെഡിയും ഈ നിലപാട് പരസ്യമായി എടുത്തത്. ഒയാസിസ് കമ്പനിയുടെ പിഒഒയായി മന്ത്രി എം പി രാജേഷ് തരംതാഴ്ന്നിരിക്കുകയാണ്. ബ്രൂവറി പദ്ധതിയുടെ മുന്നോട്ടു പോകാനുള്ള എൽഡിഎഫ് തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാനുള്ള നട്ടെല്ല് ഇരു പാർട്ടികൾക്കുമില്ല. ഒയാസിസ് കമ്പനിയുടെ ആൾക്കാർ സാമ്പത്തികമായി സഹായിച്ചതിനാലാണോ നിലപാട് മാറ്റാത്തത് എന്ന് ഇരു പാർട്ടികളും വ്യക്തമാക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. ഈ ഇടപാടിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇല്ലെങ്കിൽ ഇത്ര വാശി എന്തിനാണ് ഗവൺമെൻറ്റിന്? ഇവിടെ ഡൽഹി മദ്യനയ കേസിൽ പ്രതിയായിട്ടുള്ള ഒയാസിസ് കമ്പനിയെ ഇവിടെ CPM എങ്ങനെയാണ് ആനയിച്ചു കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയാണ് ആനയിച്ചു കൊണ്ടുവന്നത്? ഇവിടെ സ്ഥലം വാങ്ങിയത് എന്നാണ്? അപ്പോൾ ഈ കമ്പനിക്ക് നേരത്തെ അറിയാമായിരുന്നു മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോവുകയാണ് എന്ന്. മദ്യനയത്തിൽ മാറ്റം വരാൻ പോകുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയിട്ടാണ് എലപ്പുള്ളിയിൽ ഇവർ ഭൂമി വാങ്ങിയത്. മാത്രമല്ല, ഇവർ ആദ്യ അപേക്ഷ കൊടുത്തു, അപേക്ഷ തള്ളി. എന്നിട്ടാണ് വീണ്ടും മദ്യനയത്തിൽ മാറ്റം വരുത്തിയ ശേഷം അപേക്ഷ വീണ്ടും കൊടുക്കുന്നത്. ഇത് ആസൂത്രിതമായൊരു നീക്കമാണ് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? നർമ്മദ ബച്ചാവോ ആന്തോളനിൽ പങ്കെടുത്ത ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എലപ്പുള്ളിയിൽ മദ്യക്കമ്പനികൾ ആരംഭിക്കാനുള്ള തീരുമാനം പൂർണ്ണമായി പഞ്ചപുച്ഛമടക്കി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതല്ലേ ജനങ്ങൾ കാണേണ്ട കാര്യം. നിലപാടുള്ളൊരു പാർട്ടി ആയിരുന്നെങ്കിൽ അവർ ഇന്നലെ അതിനെ എതിർക്കത്തില്ലേ? അതാണ് പിണറായി വിജയൻ്റെ ബുദ്ധി അപാരമാണ്. അവരുടെ CPIയുടെ MN സ്മാരകത്തിൽ തന്നെ വെച്ച് അവരുടെ വായടപ്പിച്ച് അദ്ദേഹം തീരുമാനം എടുപ്പിച്ചിരിക്കുന്നു. അവരുടെ അവിടെ തന്നെയാണ്. UTV ന്യൂസ്, പാലക്കാട്.